കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിൽ നടന്ന് ചെന്ന് കയറിയത് ഈ കാട്ടിലെ തന്നെ ഏറ്റവും ടെററായിട്ടുള്ള ഒരു ആനയുടെ മുന്നിലേക്കാണ്. ഒറ്റയാനായിട്ടുള്ളൊരു കൊമ്പൻ്റെ മുന്നിലേക്ക്. ആളാണെങ്കിൽ ഇച്ചിരി അപകടകാരിയാണ്. ബാക്കി ആനകളെ പോലെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകലെന്ന് മാത്രമല്ല, നമ്മളെ തരം കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കുകയും ചെയ്യും. യെസ്, അപ്പോൾ നമ്മൾ പെരിയാറിലാണുള്ളത്. പെരിയാറിലെ ഗ്രീൻ വാക്ക് എന്നുള്ളൊരു ഷോർട്ട് ട്രക്കിംഗ് പ്രോഗ്രാമാണ്. ഉച്ച കഴിഞ്ഞ് 2:30 തുടങ്ങി ഒരു 3 മണിക്കൂറോളം എടുക്കുന്ന പ്രോഗ്രാമാണിത്. വയനാട്ടിൽ മുളയരി പായസം കിട്ടും. അതിൻ്റെ ഉള്ളിൽ പോട്ടല്ലേ, പൂ വീഴുന്ന തിന്നാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും അല്ലേ. ജംഗിൾ ഫൗൾ അഥവാ കാട്ടുകോഴിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്ത് സുന്ദരനാണെന്ന് നോക്കി അവനെ കാണാൻ. നമ്മുടെ നാട്ടുകോഴിയേക്കാളും സുന്ദരനായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്കവാലൊക്കെ കണ്ടില്ലേ. അപ്പോൾ അവൻ്റെ പെടകളും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ആ കാടിൻ്റെ ഉള്ളിൽ മറഞ്ഞിട്ടായതുകൊണ്ട് ക്യാമറയിൽ കിട്ടുന്നില്ല. അവനാണെങ്കിൽ നമ്മളെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് അവൻ വളരെ വാച്ച്ഫുള്ളായിട്ട് നിൽക്കുവാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ പേര് ഇല്ല. രുദ്രാക്ഷത്തിൻ്റെ ആ മോഡലുള്ള രുദ്രാക്ഷം പോലെ ഇരിക്കുന്നല്ലേ. പത്തിരാക്ഷം. ഒറിജിനൽ രുദ്രാക്ഷം നമ്മുടെ നാട്ടിലില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ ഈ കാട്ടിലുണ്ടോ? ഉണ്ടോ? നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പലരും പറയുന്ന കഥ കേട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലേ. നമുക്ക് നേരെ സ്ഥലം വിടാം. നമുക്ക് ഇവിടെ സമയങ്ങളുണ്ട്. പിറ്റ് വൈപ്പർ പോലത്തെ ആയിരിക്കും അല്ലേ. എന്നാടാ പിറ്റ് വൈപ്പർ ഇരിപ്പുണ്ടോ? ആണോ? അതായിരിക്കുന്നു പിറ്റ് വൈപ്പർ. മലബാർ പിറ്റ് വൈപ്പറാണ് ആള് രാത്രിയിലാണ് ആക്റ്റീവ് ആവുക. പകൽ ഇതേപോലെ ഏതെങ്കിലും ഇലയിലും ചെടിയിലൊക്കെ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു പൊത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന ആൾ. അപ്പോൾ ഇരിക്കുന്ന പ്രതലമായിട്ട് അവൻ്റെ കളറിന് കുറച്ചൊക്കെ രൂപമാറ്റം വരുത്താനുള്ളൊരു കഴിവ് അവനുണ്ട് കേട്ടോ. ചെറിയ പ്രാണികളെയും തവളകളെയൊക്കെയാണ് അവൻ മെയിനായിട്ട് ഭക്ഷണമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള തോടിൻ്റെയൊക്കെ കരയിലുള്ള ചെറിയ ചെടികളിലൊക്കെ അവൻ എപ്പോഴും കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കാടുകളിൽ പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ഇന്ത്യൻ വൈൽഡ് കോർ നമ്മുടെ മുന്നിൽ കിട്ടിയേ. ഫീമെയിലാണ് ആൾ. സാധാരണ ഫീമെയിൽസ് ഒന്നിച്ചൊരു കൂട്ടമായിട്ടാണ് നടക്കാറുള്ളത്. ഇവള് ഇപ്പോൾ എന്താണെങ്കിലും കൂട്ടം തെറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ള നമ്മുടെ പ്രസൻസ് എന്താണെങ്കിലും ആൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആൾ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. അവിടെ നിന്ന് തീറ്റ തിന്നുന്നുണ്ട്. പിന്നെ ഇതുപോലെ കൊമ്പ് കൊണ്ടിട്ട് ഒരു മരത്തെ കുത്തി ചൊറിയുന്നുണ്ട്. ആളെന്താണെങ്കിലും കുറ്റിക്കാടിൻ്റെ ഇത്തിരി ഉള്ളിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വൃത്തിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ക്യാമറയിൽ. ഈ ഇതുണ്ട്, ഈ പക്മാർക്ക് ലെപ്പേഡിൻ്റെ കേട്ടോ ഉണ്ടോ, അങ്ങ് വരെ ഉണ്ട്. ഇതുപോലുള്ള മരങ്ങളിലാണ് മിക്കവാറും ലെപ്പേഡ് കയറിയിരിക്കുന്നത്. അത് ഇര പിടിച്ച് കൊണ്ടുപോയി ഇരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന കേട്ടോ. ഫുഡ് സേവ് ചെയ്യുന്ന ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള എകരങ്ങളാണ് കയറിയിരിക്കുന്നത്. ഒത്തിരി വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ ആ ഓടിപ്പോയി ഉടുമ്പായിരുന്നു കേട്ടോ. കണ്ടായിരുന്നോ രാഷേ? ഉടുമ്പിനെ കണ്ടായിരുന്നോ? ഉണ്ടോ? അതെ അതെ ഇരിക്കുന്നു. അതേ കിട്ടുമോ? നമ്മളിപ്പോൾ ഈ ഗ്രീൻ വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാമിന് മിനിമം 4 പേരുണ്ടാവണം കേട്ടോ. ഒരാളുടെ ചാർജ് 400 രൂപയാണ്. ഇൻ കേസ് 1-2 പേരോ ഉള്ളെങ്കിൽ ബാക്കിയുള്ളവരുടെ പൈസ അടച്ചിട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേരും കൂടെ പൈസ നമ്മൾ അടച്ചിട്ടാണ് പോകുന്നത്.
ആ കുറ്റിക്കാടിനിടയ്ക്ക് നിന്നിരുന്നൊരു മ്ലാവ് ഞങ്ങളുടെ ഒച്ച കേട്ടിട്ട് ഒരു ഒറ്റ ഓട്ടം. നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആൾ സ്ഥലം വിട്ടു. ഇത്രയും ദൂരം കിട്ടുമോ? മലബാർ ഡ്രോങ്കോ, മലയാളത്തിൽ നമ്മൾ തീക്കാക്ക എന്ന് പറയുന്ന പക്ഷിയുടെ ഫീമെയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്തിരി കുറ്റിക്കാടിനിടയിലായതുകൊണ്ട് തന്നെ ഫോക്കസ് അങ്ങനെ കാര്യമായിട്ട് പിടിക്കുന്നില്ല. ആൾ റെയർ സൈറ്റിംഗ് ആണ്. മാത്രമല്ല മനുഷ്യനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറന്നു പോവുകയും ചെയ്യും. ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്തതാണ്. മഴ തുടങ്ങുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫോറസ്റ്റ്. ഇത് സ്ട്രാങ്ഗ്ലർ ഫിഗ് കേട്ടോ. ഇതിലൊരു കായ ഉണ്ടാവില്ലേ? ആ, കായ ഉണ്ടാവും. ചില ഇതാ ഒരു ടൈപ്പ് അത്തി എന്നറിയപ്പെടുന്നത്. നമ്മളെ കഴിക്കുന്ന അത്തിയല്ല, കാട്ടിലെ ചിലത് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് നോർമൽ കിട്ടുന്ന അത്തിപ്പഴമില്ലേ, അതല്ലല്ലോ വീടുകളിലൊക്കെ കിട്ടുന്നത്. അല്ല, അല്ലല്ല, അത് മുഴുത്തല്ലേ, ചെറിയ സീഡായിരിക്കും എൻ്റെ. അത് അത്ര ഹൈറ്റില്ലാത്ത മരല്ലേ, ചെറിയ മരം. ആ, അത് ചെറിയ മരം, ഇത്ര ഹൈറ്റ് ഇല്ല അതിനൊക്കെ. ഓർബ് വീവർ എന്നാണ് അതിൻ്റെ പേര്. ഓർബ് വീവർ സ്പൈഡർ. ആ, വേരുണ്ട് ഭയങ്കര മില. ടെട്രാമിലീസ് എന്നറിയപ്പെടുന്ന ഈ മരത്തിന്. അല്ലേ? ടെട്രാമിലീസ് ന്യൂഡിഫ്ലോറ. പാഴ്മരമാണത്. ഇതുവരെ ഉപയോഗമുള്ളതായിട്ട് പറഞ്ഞു കേട്ടില്ല, പക്ഷേ ഇതുപോലുള്ള മരങ്ങൾ ലോകത്തിലെടുത്തും ഉണ്ട്. ഇതേ സ്പീഷീസിലുള്ള മരം കംബോഡിയയിൽ ഒരു അമ്പലത്തിൻ്റെ പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് ഭയങ്കര ഫേമസ് അത്. ആർക്കും അറിയില്ലെങ്കിൽ ആ ഒരു ഇത് പറയാം, കംബോഡിയയിലെ മരത്തിന് ഇത് പറയുവാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്കാവും. പെട്ടെന്ന് ഇതല്ലേ? ഓക്കെ. അപ്പോൾ അത് ഇതിനെ പറഞ്ഞ ബട്ട്രസ് ട്രീ എന്നറിയപ്പെടുന്നത്. ബട്ട്രസ് ട്രീ മരത്തിൻ്റെ ഷേപ്പ് ഈ ബട്ട്രസിൻ്റെ ഷേപ്പിലായതുകൊണ്ട് പൊതുവെ കോമൺ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇതുണ്ട്, അതിൽ ആണി അടിച്ചിട്ടേക്കുന്ന സ്റ്റെപ്പായിട്ട് ആദിവാസികൾ തേനെടുക്കാൻ വേണ്ടി കയറുന്നത്. ഇഷ്ടംപോലെ തേൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൽ. ഇതിൽ മഴ പെയ്ത ഈ വിൻ്ററിന് മുന്നേ കുറച്ച് കാലം മഴ പെയ്തേ. മഴ പെയ്തപ്പോൾ തേനെല്ലാം കുടിച്ചിട്ട് അങ്ങ് വിട്ടുപോയി. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു 50-100 തേനെല്ലാം ഉണ്ടാവുന്ന. അത്രയും വലിയ മരവും കൂടെ ആയതുകൊണ്ടല്ലേ? ആ, ഈ താഴെ കാണുന്നത് തന്നെയാണ്. ലാസ്റ്റ് ഇയറിലൊക്കെ നല്ല തേൻ കിട്ടുക. അവരെടുത്ത് അവർ കൊണ്ടുപോകല്ലേ? അവർ കൊണ്ടുപോയി സൊസൈറ്റി കൊടുക്കും. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ ഇല അനങ്ങുന്ന നോക്കിയേ. കാറ്റ് നമ്മുടെ സൈഡിൽ നിന്നും ആനയുടെ സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നമ്മുടെ മണം പെട്ടെന്ന് കിട്ടും. നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആന ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ടും മണം പിടിച്ചും കേൾവിശക്തിയും കൊണ്ടാണ്. കാഴ്ചശക്തി അവനിച്ചിരി കുറവാണ് താനും.
നമ്മൾ പുറകോട്ട് മാറിയിട്ട് സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ കുറച്ചധികം നേരം നിന്നേ. അപ്പോൾ ആന കുറച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാറ്റ് നമ്മുടെ മണം പെട്ടെന്ന് ആനയ്ക്ക് കിട്ടുമല്ലാത്തൊരു ഡയറക്ഷനിലേക്കാണ് ആന മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് പതിയെ മുന്നിലേക്ക് നീങ്ങാൻ നോക്കുവാണേ. നമ്മുടെ കൂടെ ഗൈഡായിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടനൊക്കെ ചെറുപ്പം മുതൽ കാട്ടിൽ കയറുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും അറിവുകളൊക്കെ അവർക്കുള്ളത്. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാളുടെ നമ്മൾ കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു അപകടാവസ്ഥയിലേക്കായിരിക്കും പോയി പെടുക നേരെ. ഇപ്പോൾ അവർ നിൽക്കുന്നത് ഏകദേശം ഒരു 20 മീറ്റർ ദൂരമേ ഉള്ളൂ ആനയായിട്ട്. എന്നിട്ടും ആനയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നില്ലാത്തതിൻ്റെ കാരണം കാറ്റ് അങ്ങോട്ടേക്കല്ല, ആന കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ ഇവരെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുകയില്ല. ഇപ്പോഴാണ് ആനക്കൊമ്പൻ്റെ ഒരു ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടുന്നത്. അവൻ്റെ ആ കൊമ്പൊക്കെ കണ്ടില്ല, നല്ല ലക്ഷണമൊത്ത ആനക്കൊമ്പൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു സ്രവ ഒലിച്ചിറങ്ങും, നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കണ്ണുനീരല്ല കേട്ടോ. ആനയ്ക്ക് നമ്മുടെ പോലെ കണ്ണുനീരില്ല. ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കരയാനുള്ള കഴിവുമില്ല. അല്ലാണ്ട് നമ്മളെ കണ്ടിട്ട് അവൻ സന്തോഷം കൊണ്ട് കരയുന്നതല്ല. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചില ഗ്രന്ഥികളുണ്ട്, അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന സ്രവമാണ്. അപ്പോൾ നമുക്കൊക്കെ കണ്ണുനീര് നമുക്ക് കണ്ണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് മൂക്കിക്കോടെയൊക്കെ ആയിട്ട് നമുക്കൊരു കനാലിക്കസ് വഴിയായിട്ട് ലീക്കായി വരും. അത് ഓവർഫ്ലോ ആകുമ്പോൾ മാത്രമാണ് കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു ഡെക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് ഓവർഫ്ലോ ആയിട്ട് കണ്ണിക്കൂടെ തന്നെ പുറത്തേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ ഇമോഷനുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഈ ഒരു ഗ്രന്ഥിക്കും ഈ ഒരു സ്രവത്തിനും. നമ്മൾ കാട്ടിലൊക്കെ കയറുമ്പോൾ ഇതേപോലെ മുളയൊക്കെ പൊട്ടുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? അപ്പോൾ ആന ആ ഏരിയയിലുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് തിന്നുന്നതിൻ്റെ ഒച്ച കാടറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ കാതോർത്തിട്ട് ഇങ്ങനെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് മാറിപ്പോകുന്നത്. പുള്ളിക്കാരൻ നമ്മളെ ശരിക്കും കണ്ടു, നമ്മളറിയാം. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഒരു അഗ്രസീവായിട്ടുള്ളൊരു മനുഷ്യനാണ്.
മനസ്സിലായ ആന. ആന. അങ്ങേർക്ക് ഇതെവിടുന്നാന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മുടെ സ്മെല്ല് കിട്ടി കേട്ടോ, കിട്ടി. പക്ഷെ നമ്മളൊരു വലിയ ദൂരമൊന്നുമില്ലല്ലോ, ഒരു 20 മീറ്ററിനടുത്ത് നമ്മളും പുള്ളിക്കാരനുമായിട്ട് നിന്ന് ഒരു ഡിസ്റ്റൻസ്. പക്ഷേ പുള്ളി ചെറുപ്പം പോലെ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഭയങ്കര അഗ്രസീവാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ നേരത്തോട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആനയാണ്? അറിയാവുന്ന തന്നെ, കുഞ്ഞാൾ മുതലേ അറിയാവുന്ന. പുള്ളിക്കാരൻ്റെ ചെവി പോയത് അങ്ങനെ തന്നെയാണ്, കയ്യിലിപ്പോൾ വളരെ മോശമാണ് അങ്ങനെ. ഇപ്പോൾ കൂട്ടത്തിൽ എങ്ങാണ്ട് പുറത്തായതാണ്. ഈ മീറ്റിംഗ് സീസൺ ആയതുകൊണ്ട് പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഏതെങ്കിലും ടീമിനോട് കൂടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നടക്കുന്ന. അല്ലെങ്കിൽ വേറെ വല്ല വുമനൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രസൻസ് കിട്ടുമ്പോഴേ ഓടിപ്പോകണ്ട, ഓടിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ മാറിയേക്കാം. നമ്മളിപ്പം നമുക്കൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ മാറി വിളിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത്. നമ്മുടെ പ്രസൻസ് കിട്ടി എപ്പോഴും ഓടിപ്പോകുന്നത്. പക്ഷേ ഇവൻ അങ്ങനെ ഓടിപ്പോകുന്നതല്ല. രാവിലെ ഞാൻ കണ്ടായിരുന്നു, കണ്ടും പുള്ളിക്കാരന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവനെ ഇപ്പം നമ്മൾ കണ്ട കക്ഷിക്ക് ഒരു 15 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 15 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഇവരെല്ലാം പുറത്താക്കും. എല്ലാ കൂട്ടത്തിലുള്ള എല്ലാ കൊമ്പന്മാരെയും 15 വയസ്സ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പുറത്താക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിൽ തന്നെ അവർ മീറ്റിംഗ് നടത്തുന്നതിന് ഉള്ള ഒരിതുണ്ടല്ലോ, അത് അവർക്ക് താല്പര്യമില്ല. അമ്മയ്ക്ക് ലീഡർ എപ്പോഴും ഒരു ഫീമെയിലായിരിക്കും. പുള്ളിക്കാരിയാണ് മെട്രിയാക്കെന്ന് അറിയപ്പെടുന്നത്, ഫീമെയിലായിരിക്കും. പുള്ളിക്കാരിക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവരെല്ലാം പുറത്താക്കുക. അപ്പോൾ ഇവർ പുറത്ത് പോയിട്ട് വേറെ ഗ്രൂപ്പിനെ കണ്ടെത്തി അവരുടെ കൂടെ മീറ്റിംഗ് ഒക്കെ നടത്തി അങ്ങ് ജീവിച്ചു പോകണം. എത്തില്ല, തിരിച്ചു വരത്തില്ല. വരും മീറ്റിങ്ങിന് വേണ്ടി വരില്ല, അല്ലാതെ എല്ലാ ആശുപത്രിക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. ബർത്ത്ഡേ കല്യാണമൊക്കെ വരുമ്പോൾ അതെ, കല്യാണങ്ങൾ, കുടുംബക്കാരെ കല്യാണം, പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ തിരിച്ചു വരാം. ഇപ്പം മീറ്റിംഗ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നേ ഈ ഒരു പീരീഡ്. അതുമല്ല, ഈ പീരീഡ് ശരിക്കും ഒരു മീറ്റിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ് എല്ലാ ആനിമൽസും. നമ്മൾ രാവിലെ കുറച്ച് മുമ്പ് കണ്ടില്ല, കാട്ടുപോത്താണെങ്കിൽ തന്നെ, അവരാണെങ്കിൽ തന്നെയാണ്. ഇതെല്ലാം ആനകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പണ്ട് ഉണ്ടാക്കിയിരുന്ന കുഴി. ഇതൊക്കെ നികന്നു പോയി. മണ്ണ് ഇതുണ്ടോ, മഴ പെയ്തിട്ട് നികന്നു പോയതാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെ ഇവിടെ നിന്നാണ് പണ്ട് കള്ളന്മാരൊക്കെ ആനയെ പിടിച്ച് കൊണ്ടുവന്നത്. കള്ളന്മാർ വാരി കുഴി വെക്കുന്ന നമ്മളല്ല. ഇത് ശരിക്കും അവർ പാസേജ് ചെയ്ത് ആനകളുടെ, അത് കറക്റ്റായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്ത് തന്നെ അവർ ചെയ്തേക്കുന്നത്. അപ്പം ഇവർ ഇവിടുന്ന് കൊമ്പെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? മെയിനായിട്ട് വലിയ ആനകളെയും കുഞ്ഞുങ്ങളെയും ബേസ് ചെയ്താണ് ഇതുപോലത്തെ ട്രാപ്പൊക്കെ അവർ. കുഞ്ഞുങ്ങളെ എന്തിനു വേണ്ടി അവർ പിടിക്കുക? കുഞ്ഞിനെ ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ ഇല്ലീഗലായിട്ട് വളർത്താനായിട്ടെ, അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ വാക്ക് എന്നുള്ള ഈ ഷോർട്ട് ട്രെക്കിങ് നമ്മൾ ഇവിടെ കൂടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും അടിപൊളി കൊമ്പനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ട്രിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് നമ്മളോട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഗൈഡ്, നമ്മുടെ എടപ്പാളയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ ചേട്ടനുണ്ട്. ഇതാ രാജേഷ് ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന. ഇതാ ആൽഫിൻ, നമ്മുടെ കഴിഞ്ഞ ട്രിപ്പുകളിലെല്ലാം, പെരിയാർ ട്രിപ്പുകളിലെല്ലാം ഉണ്ടായിരുന്ന ആൽഫിനുണ്ട്. അപ്പോൾ പുതിയൊരു ട്രിപ്പൊക്കെ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.